വെൽക്കം ബാക്ക് ടു അപ്ഡേറ്റ്സ് ടി വി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആഴ്ചയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ആഴ്ചയിൽ വന്നിരിക്കുന്നത് കുറേ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് പോസ് ആൻഡ് മാർക്സ് എങ്ങനെ പോകുമെന്നുള്ളതാണ്. അപ്പം ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് യൂസ് ചെയ്തിട്ട് ഏറ്റവും എഫക്റ്റീവായി റിസൾട്ട് തന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് പോർസ് നന്നായിട്ട് മാറിയും അതുപോലെ തന്നെ നമുക്ക് ക്ലോഗ്ഡ് ആയിട്ടുള്ള ആഗ്നെ ഇഷ്യൂസൊക്കെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഗ്നെ ഇഷ്യൂസൊക്കെ മാറാനായിട്ട് പോർസ് നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഓയിലാണ്. ഇത് നാച്ചുറൽ ഷുഗറിൻ്റെ പോസ് ആൻഡ് മാർക്സ് ഓയിലാണ്. ഞാൻ മുൻപ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പ്രീമിയം ഫേഷ്യൽ ഓയിലാണ്. അതുപോലെ തന്നെ ഇത് 100% പ്യുവർ ആൻഡ് കോൾഡ് പ്രസ്ഡ് ഓയിലാണ്. അതായത് മൊരിങ്ക ഒലിഫേറയുടെ കോൾഡ് പ്രസ്ഡ് ഓയിലാണ്. ഇത് നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫ്യൂ ഡ്രോപ്സ്, 1-2 തുള്ളി, ഞാൻ 2 ഡ്രോപ്സ് ആകെ എടുക്കാറുള്ളത്. അതെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തിട്ട് ഡെയിലി മോർണിംഗിലും നൈറ്റിലും ജസ്റ്റ് മസാജ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഈ ഒരു പോർസ് നന്നായിട്ട് മാറിയിട്ട് പോർസ് ടൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇത് 100% നാച്ചുറലാണ്. അതുപോലെ തന്നെ സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആയുർവേദിക് പ്രൊഡക്റ്റാണ്. പിമ്പിൾസ് ഒക്കെ പോകാൻ സഹായിക്കുന്നുണ്ട്. ഇതൊരു ഓയിൽ പോലത്തെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓയിലി സ്കിന്നിന് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിലും ഇത് യൂസ് ചെയ്യാം. അതായത് ഓൾ ടൈപ്പ് സ്കിന്നിൽ യൂസ് ചെയ്യാം. പിന്നെ എന്ത് ഉപയോഗിച്ചാലും ചില ടൈപ്പ് സ്കിന്നിൽ ഇറിറ്റേഷൻസ്, ഇച്ചിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. അത്തരം സ്കിന്നുകാരെ ഒന്ന് നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ളവർ മാത്രമല്ല, എല്ലാവരും നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്നാണ്, പക്ഷേ എനിക്കിത് നല്ല പോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ ഈ അടുത്തായിട്ട് കുറേ എന്താ പറയുക, നമുക്ക് കഫക്കെട്ടും ചുമയൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മൂക്കടപ്പൊക്കെ വരുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് സ്റ്റീം എടുക്കും. പല ആൾക്കാരും മറന്നു പോകും. നമ്മുടെ പോർസ് അപ്പോൾ ഓപ്പൺ ആവും. നമ്മൾ അതേ രീതിയിൽ പുറത്തോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള പൊല്യൂഷനും അതുപോലെ തന്നെ അണുക്കളും ഒക്കെ എന്താവും നമ്മുടെ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള പോർസിലേക്ക് കയറിയിട്ട് നമുക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഇടുന്ന മേക്കപ്പ് പ്രൊഡക്ട്സ് നമ്മളിപ്പോൾ ഈ ആവി പിടിക്കുക അല്ലാണ്ട് തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഈ പോർസിലൊക്കെ ഈ അഴുക്ക് കയറിയിട്ട് നമുക്ക് ഒരുപാട് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീം എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നൊരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഇത് തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പോർസ് ടൈറ്റൻ ആയിക്കോളും. അല്ലാതെ നമ്മൾ ഓപ്പൺ ആയിട്ടിട്ട് പുറത്തേക്ക് പോകരുത്. വളരെ നിങ്ങൾക്ക് ഓപ്പൺ പോർസ് ഉള്ളവർക്ക് വളരെ ബെനിഫിറ്റ് തരുന്ന ഒന്നാണ്. നല്ല സ്കിൻ നല്ല ടൈറ്റൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നിൽ പാടുകളൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ ഒരു ഫ്രഷ്നെസ് തരാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഓയിലാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓയിലാണ്. വലിയ പ്രൈസൊന്നുമല്ല. നമ്മുടെ മാർക്കറ്റിലൊക്കെ ഒരുപാട് പ്രൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു പോർസും മഗ്സൊക്കെ പോകാനായിട്ട് ഒത്തിരി പ്രൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അത് വളരെ റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ ഓഫറിനൊക്കെ എപ്പോഴും ഉണ്ടാവും. അതുകൂടാതെ തന്നെ നമ്മളിത് ആയുർവേദിക് പ്രൊഡക്റ്റാണ്. 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നാളിത് അടുപ്പിച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കുറച്ച് നമ്മളുടെ പോർസൊക്കെ കുറച്ച് കൂടുതലായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഓപ്പൺ പോർസ് ഇത്തിരി ലാർജ് ആണെങ്കിൽ ഒന്ന് ടൈറ്റൺ ആയിട്ട് വരാൻ ഇത്തിരി സമയം എടുക്കും. ഒരു 2-3 മാസമൊക്കെ നമ്മൾ അടുപ്പിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫുള്ളായിട്ട് മാറിയിട്ട് നമുക്ക് അതിൻ്റേതായ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഒരു ലീഫ്ലെറ്റ് ഉണ്ട്, നന്നായിട്ട് വായിക്കുക. അത് ജെൻസിനും ലേഡീസിനും ഒരുപോലെ ഉപയോഗിക്കാം. 30 ml ആണിത്. ഇത് കുറേ വർഷമായിട്ട് മാർക്കറ്റിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഓയിലാണ്. നോ കെമിക്കലാണ്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പേപ്പറിൽ ഡു ആൻഡ് ഡോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിക്കാൻ മറക്കരുത്. അതുപോലെ ഗ്ലാസ് ബോട്ടിലാണെന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കാം. പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 100% പ്രോബ്ലംസ് മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോർസിൻ്റെ ക്ലോഗ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ആൻറ്റി ഏജിങ് ഇഷ്യൂസ്, സ്കിൻ ഡാമേജ് മാറാനായിട്ട്, അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കും. അത് സ്കാർസ്, ഫൈൻ ലൈൻസ്, കൊളാജൻ പ്രൊഡക്ഷൻ, ഇലാസ്റ്റിനൊക്കെ നഷ്ടപ്പെടുന്നതൊക്കെ തടയും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നാൾ നേരത്തെ പറഞ്ഞ പോലെ അടുപ്പിച്ച് യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. 100% നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ സേഫ് ആൻഡ് എഫക്റ്റീവ് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു 2-3 ഡ്രോപ്സ്, ഞാനിത് 2 തുള്ളിയാണ് എടുക്കാറുള്ളത്. എനിക്ക് ഫേസിലും കഴുത്തിലും അത് മതിയുണ്ടാവും. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓയിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ കുറച്ചൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ അബ്സോർബ് ആയിട്ട് പോകും കേട്ടോ. ഇതിങ്ങനെ തന്നെ നമ്മുടെ ഓയിലി ആയിട്ട് ചിപ്ചിപ്പായിട്ടൊന്നും ഇരിക്കുകയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്ത് പോയിക്കോളും. അതുപോലെ തന്നെ 2 തവണ രാവിലെയും വൈകിട്ടും രാത്രി കിടക്കുന്നതിന് മുമ്പ് സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക. യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ടും ഈ വീഡിയോയുടെ താഴെ തന്നെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റു പുതിയ സബ്ജക്റ്റ് വീണ്ടും കാണാം. അതുവരെ കിഡ്സ് മീ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.